നാളെ ജൂൺ 21-ാം തീയതി ഒട്ടനേകം മലയാളം സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ ഏറെ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഉള്ളൊഴുക്ക്. ഉർവശിയും പാർവതിയും പ്രധാന റോളുകളിലെത്തുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമ ഒരു ഫാമിലി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ ഒരു സിനിമ മികച്ചതാകുമെന്നൊരു പ്രതീക്ഷ കൂടുതൽ പ്രേക്ഷകരിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ സിനിമയ്ക്ക് സെലിബ്രിറ്റി പ്രീമിയർ ഷോ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. ജോജി ജോർജ്, നിഖില വിമൽ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസ് എല്ലാം തന്നെ പങ്കെടുത്ത ഒരു ഷോയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷ അഭിപ്രായങ്ങളിൽ ഒരു മാറ്റവുമില്ല. പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു കിടിലൻ എക്സിക്യൂഷൻ, ഒപ്പം തന്നെ ബ്രില്യന്റ് സ്ക്രീൻ പ്ലേ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ തിയേറ്ററുകളിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എന്നും സുഷിൻ ശ്യാം സംഗീതം നൽകിയ ചിത്രത്തിന്റെ സൗണ്ട് എഫക്ട്സ് എല്ലാം തന്നെ വേറെ ലെവൽ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. പാർവതി, ഉർവശി എന്നിവരുടെ കിടിലൻ പ്രകടനം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അഭിനേതാക്കളുടെ പ്രകടനത്തിനും മികച്ച അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും സുഷിൻ ശ്യാം സംഗീതം നൽകിയ ഈ വർഷത്തിലെ മറ്റൊരു സിനിമ കൂടി വിന്നറായിട്ട് മാറും എന്നൊരു സൂചനയാണ് പ്രീമിയർ ഷോയിൽ നിന്ന് ഇപ്പോഴത്തെ ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മലയാളത്തിലെ അടുത്തൊരു വെള്ളപ്പൊക്ക കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്. എന്തായാലും സിനിമയുടെ നാളെ വരാനിരിക്കുന്ന റെഗുലർ ഷോയ്ക്ക് ശേഷമുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് കൂടിയാണ് നാം കാത്തിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ട ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടിൽ നിന്നും റെഗുലർ ഷോയിലെ അഭിപ്രായങ്ങൾ വലിയ മാറ്റം ഒന്നും തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ നിലവിലില്ല. അപ്പോൾ നാളെ വരാനിരിക്കുന്ന സിനിമയുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ കേട്ട് തുടർന്നുള്ള സിനിമയുടെ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.